അവര് ഭയങ്കരമായിട്ട് ഡിസ്റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുന്നത്. ലാലേട്ടനോട് പോലും ഒരു ബഹുമാനമില്ലാത്ത രീതിയിലാണ് പലരും സംസാരിക്കുന്നത്. അത് ഒരു ആക്ഷൻ എടുക്കുന്നു പ്രതീക്ഷിക്കുന്നു, എടുക്കട്ടെ. അതെ, ലാലേട്ടന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്ക്രീൻ സ്പേസ് കിട്ടും. അവർക്കൊരു കാരണം ബിഗ് ബോസ് ഇപ്പൊ മിക്ക ആൾക്കാർ മത്സരാർത്ഥികളായിട്ട് പോകുമ്പോഴത്തേക്ക് അവർ ഓൾറെഡി ഒരുപാട് പ്രിപ്പറേഷൻ ചെയ്ത് അല്ലെങ്കിൽ PR കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പൊ അവർക്കൊരു സ്റ്റഡി ഉണ്ടാവുമല്ലോ, പോകുന്നതിന് ഹോംവർക്ക് ഉണ്ടാവും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ലാലേട്ടന്റെ അടുത്ത് ഇതേപോലെ കുറച്ചൊന്ന് റൂഡായിട്ട് പെരുമാറി കഴിഞ്ഞാൽ അവർക്കൊരു സ്ക്രീൻ സ്പേസ് കിട്ടുമെന്ന് അവർക്കറിയാം. ലൈക്ക് അതിനുവേണ്ടി കാണാറാണ് നിൽക്കുന്നത്. ഇപ്പൊ മസ്താനി ആണെങ്കിൽ തന്നെ മസ്താനി ഇപ്പൊ ഫസ്റ്റ് വീക്കിൽ വന്നപ്പോ തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ കണ്ടതാണ്. ആരിന്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ കണ്ടതാണ്. വയൽക്കാട് പുറത്തുള്ള കാര്യം പറഞ്ഞിട്ടും മസ്താനി ഭയങ്കര ഒരു റോങ് ആറ്റിറ്റ്യൂഡാണ്. കാരണം അവര് പോടാ പുല്ലെന്നുള്ള ആറ്റിറ്റ്യൂഡാണ് മൊത്തത്തിൽ കാണുന്നത്. ഇപ്പൊ നാളെ അവരെ എഡിറ്റ് ആയിട്ട് പുറത്തു വന്നാലും നമ്മളിപ്പോ മസ്താനി എടുത്ത് മോശം ഗെയിമാണ് കളിച്ചെന്ന് പറഞ്ഞാൽ അവർ പറയും പോടാ, അല്ലെങ്കിൽ കണക്കായി പോയി. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ നമുക്ക് തിരുത്താൻ പറ്റില്ല. അപ്പൊ അവര് ഓൾറെഡി റോങ് ആയിട്ട് ചിന്തിക്കും, റോങ് ആയിട്ട് പ്രവർത്തിക്കുകയും റോങ് ആയിട്ട് മാത്രം പെരുമാറുകയും ചെയ്യുന്ന ഒരാളെ നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. മസ്താനി ഇപ്പൊ നമ്മുടെ അപ്പാനി പുറത്തായ സമയത്ത് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞ സംഭവം വെച്ച് കഴിഞ്ഞാൽ തെറി വിളിച്ച ആളെന്നാണ് പറഞ്ഞത്. തെറി വിളിച്ച ആള് അല്ലെങ്കിൽ അത് മാത്രമല്ല ഭാര്യയുടെ പേരെടുക്കാൻ പോകുന്ന രീതിയിൽ അല്ല. അപ്പം അതാ ഞാൻ പറഞ്ഞത്, അപ്പാനി തെറി വിളിച്ചെന്നാണ് മസ്താനി പറഞ്ഞത്. അത് തെറ്റായിരിക്കും, തെറ്റാണ് നമ്മൾ സംഭവിക്കുന്നത്. പക്ഷേ അവിടെ മസ്താനി എന്തൊക്കെ വൃത്തിയോട് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ റെനാ ഫാത്തിമയുടെ ബോയ് ഫ്രണ്ടിനെ പറ്റി വളരെ വൃത്തിയായിട്ട് രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളെ കോളേജിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ. ഇപ്പോ മസ്താൻ അനുമോള് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അനുമോള് ലവ് സ്റ്റോറി പറഞ്ഞ സമയത്ത് എന്തുകൊണ്ട് ബോയ് ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞില്ല എന്നുള്ളത്. മസ്താനയുടെ ബോയ് ഫ്രണ്ടിനെ കണക്ക് പറയാൻ കുറെ കഥ പറയേണ്ടി വരത്തില്ലേ? ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 എന്ന് പറഞ്ഞാൽ 5-6 ചാപ്റ്റർ അങ്ങനെ ഇറക്കേണ്ടി വരത്തില്ല. അപ്പോൾ മസ്താനയുടെ ലവ് സ്റ്റോറിക്കകത്ത് അല്ലെങ്കിൽ ലൈഫ് സ്റ്റോറിക്കകത്ത് എന്തുകൊണ്ടാണ് മസ്താനയുടെ കാമുവിനെ പറ്റി പറയാൻ? അപ്പൊ അവരുടെ കാര്യം അവർക്ക് എന്തു ആവാം. പണ്ട് പഴഞ്ചിലുണ്ട് മറ്റേ കാരണവന്മാർക്ക് അടുപ്പിലും തൂറാന്ന് പറഞ്ഞിട്ട്. മസ്താനയുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. അപ്പൊ ഞാൻ മസ്താനയുടെ ഗെയിം അനുസരിച്ചാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. കാരണം അതൊരു വളരെ മോശപ്പെട്ട ഒരു ആറ്റിറ്റ്യൂഡ് അവരെ കാണിക്കുന്നത്. ലൈക്ക് ഇപ്പൊ ഈ സീസണില് ഞാൻ പറയാൻ കറക്റ്റല്ലേ? അല്ല, മസ്താനയുടെ ഗെയിമിനെ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പം മസ്താനി അവിടെ ചന്ത പരിപാടിയാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ ആ രീതിയിലെ മസ്താനിനെ നമുക്ക് ഉപമിക്കാൻ പറ്റുള്ളൂ.